ഹലോ ഗൈസ്, 8-ാം തീയതി 9-ാം തീയതി പണി കിട്ടിയൊരു ദിവസമാണ് കേട്ടോ. 8-ാം തീയതി ബസ് സ്ട്രൈക്കും 9-ാം തീയതി ബന്ധും. അപ്പോൾ പിന്നെ വീട്ടിലോട്ട് പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ അടിച്ചിട്ട്, അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ ചുമ്മാ കറങ്ങാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണെങ്കിൽ കുറച്ച് പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നേരെ വിട്ടത് ബ്രോഡ്വേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നൈറ്റ് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണേ. അപ്പോൾ ചുമ്മാ ഓരോ കടകളിലൊക്കെ കയറി ഓരോന്നങ്ങളൊക്കെ എടുത്തൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഓരോ കടകളിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ നോക്കി ചുമ്മാ ഇറങ്ങിപ്പോരും. ഇത് തന്നെ തൊഴിൽ. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നെത്തിയപ്പോഴേക്കും ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ കയറി കേട്ടോ. അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസൊക്കെ വാങ്ങിച്ച്, വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ, കടകളൊക്കെ എന്തായാലും ഓപ്പൺ ആവില്ലല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരുത്തിക്ക് ഷോർട്ട്സും ടീഷർട്ടൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ആൾക്കൊന്നും ഇഷ്ടപ്പെടണില്ല കേട്ടോ. അവൾ എന്തുതരം ഷോർട്ട്സാണ് മേടിക്കണം ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു കടയിൽ കയറി നോക്കിയപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് ഇറങ്ങി. അവളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇയറിങ്സ് കണ്ടു. പിന്നെ മേടിക്കാൻ നിന്നില്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താ? മറൈൻ ഡ്രൈവ് കളക്ഷൻ എടുക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് മറൈൻ ഡ്രൈവ് അങ്ങനെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കുള്ളൊരു സീനറി കാണട്ടെ. ഇതെൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അവിടെ നിന്ന് പോകും. അത്രയും ഭംഗിയായിരുന്നേ. നൈറ്റ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്, പിന്നെ കുറച്ച് തിരക്കൊക്കെ കുറവായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ഒരാൾക്ക് 100 റുപ്പീസ് ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നേ. നൈറ്റ് ആയതുകൊണ്ടിട്ട് കുറച്ച് പേരെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് പേര് ഉണ്ടെങ്കിലല്ലേ അവർ ബോട്ട് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊന്നും ഇഷ്ടം അല്ലേ. അതുകൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ട് അവിടെ. പിന്നെ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് അത് കഴിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. പിന്നെ ഈ ഒരു സീനറി കണ്ടാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ അതിൽ തന്നെ ലയിച്ചിരുന്ന് പോകുവേ. അത്രയും അടിപൊളിയായിട്ടുള്ള സീനറിയൊക്കെ ആയിരുന്നു കേട്ടോ. നൈറ്റ് ആയതുകൊണ്ടിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ടായി കേട്ടോ. ബോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടി രസം തോന്നി. ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പോവും, തണുപ്പ്, ഇങ്ങനെ ഈ കാറ്റ്, പിന്നെ ഈ വെള്ളത്തിന് അത്യാവശ്യം ഓളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിങ്സും കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പോകും. അത്രയും രസമായിരുന്നു കേട്ടോ. പിന്നെ അയർലൻഡിൻ്റെ അവിടെ ആ ഷിപ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നേ. നല്ല നിറച്ച് വെട്ടങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെന്താ, നമ്മുടെ വെള്ളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഈ നിലാവും വെട്ടവും പിന്നെ ഈ ഓളവും ഒഴുക്കും എല്ലാം കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് 8ൻ്റെ പണി കിട്ടി. മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റടി മഴയായിരുന്നു. ഞങ്ങൾ പിന്നെ അടിയിലേക്ക് കയറി നിൽക്കാനൊന്നും പോയില്ല. നമ്മളെന്തായാലും ഇറങ്ങി പുറപ്പെട്ടല്ലേ. ആ ഈ ഒരു കാറ്റടി മഴയൊക്കെ അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കൊണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരം ആയപ്പോഴാണ് കുറച്ചുകൂടെ വൈബ് തോന്നിയത്. പിന്നെ പെട്ടെന്ന് ഈ കാറ്റടിയൊക്കെ കൊണ്ടിട്ട് പിന്നെ കുറച്ച് നേരം അതിൻ്റെ പുറകെ നിന്ന് ആ ഒരു ടൈം പോയി കിട്ടി. പിന്നെ ബോട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടു. വിശന്ന് പൊരിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ഒരു 9:30 ഒരു 10 മണിയൊക്കെ ആകാൻ പോണേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും മെനു കാർഡ് മാറി മാറി നോക്കി. ഓർഡർ ചെയ്തത് എന്താ? ചിക്കൻ ബിരിയാണി. അത് പിന്നെ പറയാനൊന്നുമില്ലല്ലോ. മാറി മാറി എത്ര മെനു കാർഡ് നോക്കിയാലും നമ്മളെന്താ ചിക്കൻ ബിരിയാണി തന്നെ കുറച്ചെങ്കിലും പേര് ഓർഡർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളും അങ്ങനെ മെനു കാർഡെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. വാഴയിലയിൽ പൊതിഞ്ഞ് നല്ല ചൂടുള്ള നല്ല ചിക്കൻ ബിരിയാണി. അങ്ങനെ വിശപ്പുണ്ടായതുകൊണ്ടിട്ട് പെട്ടെന്ന് എല്ലാവരും കഴിച്ച് തീർത്ത് കേട്ടോ. ഒരാളുടെ ഇലയിൽ പോലും ഒന്നും ബാക്കി ഉണ്ടായില്ല കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല. പിന്നെ വേഗം നടന്നു കേട്ടോ ഹോസ്പിറ്റലിലോട്ടെ. എല്ലാവരും കൂടെ പുറത്ത് പോയി വൈബ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഹോസ്പിറ്റലിൽ വന്ന് എല്ലാവരും ഫ്രഷായി. അപ്പോൾ കിടക്കാനുള്ളൊരു മൂഡിലാണേ. അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ട് ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി വെള്ളമൊക്കെ അങ്ങോട്ട് കുടിച്ചിട്ട് മാറിക്കിടന്ന് എല്ലാവരും കൂടെ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.